എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം. വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. 150-ാമത്തെ ഖണ്ഡിക. വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. വ്യക്തിപരമായ അടുപ്പം. അതിങ്ങനെ പശ വെച്ച് ഒട്ടിച്ചിരിക്കുന്ന മാതിരിയാണ്. സങ്കീർത്തനം 63 പറയുന്നതുമാതിരി എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ ആത്മാ അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. അപ്പോൾ വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പലതരത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് മണവാളൻ മണവാട്ടി പോലെയാണ്. മണവാളൻ മണവാട്ടിയും എങ്ങനെ സ്നേഹത്തിൽ ഒന്നാകുന്നുവോ അതുപോലെ നമ്മുടെ ആത്മാവ് മണവാട്ടിയും ദൈവം മണവാളനും ആയിട്ട് നമ്മളിൽ ഒന്നാകുന്നു. നമ്മൾ ഒന്നാകുന്നു. ശരിക്കും പതിപത്നി ബന്ധം പോലെ തന്നെയുള്ള ഒരൊന്നാകലാണ് വിശുദ്ധ യോഹന്നാൻ ക്രൂസും അമ്മത്രേസ്യെല്ലാം ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കിതാണ് ഇൻ്റർകോഴ്സ് എന്നാണ് അവർ പറയുന്നത്. അതൊരു ഇൻ്റർകോഴ്സാണ്, ഒരു ആത്മീയ ലയനം, ഒരു ആത്മീയ ഇൻ്റർകോഴ്സ് ആണ്. അങ്ങനെ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ തുളച്ച് കയറി ദൈവത്തിൻ്റെ സകലതും നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ഒരവസ്ഥയാണത്. അത്രയ്ക്ക് നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് വ്യക്തിപരമായ അടുപ്പത്തിലാണ്. ഈ ഒരു ലയനം, ആ ലയനത്തിൽ നിന്നുള്ള വാക്കെടുക്കണം. അത് പരസ്പര പൂരകങ്ങളാണ്. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. അതേസമയം അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് അനുഭവം പൂർണ്ണമായിട്ടില്ല? ഇതൊക്കെ പണ്ടേ മുതൽ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ. കാലതാമസം കാരണം അതേസമയം അനിവാര്യമായി ദൈവാവിഷ്കൃത സത്യത്തിന് മുഴുവനായും മനുഷ്യർക്ക് നൽകുന്ന സ്വതന്ത്ര സമ്മതമാണ് വിശ്വാസം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം തന്നെ നൽകുന്ന ആവിഷ്കൃതമാണ്. അത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. നമ്മൾ ഇന്നലെ 26-ാമത്തെ ഖണ്ഡികയിൽ 50-ാമത്തെ ഖണ്ഡികയിലെല്ലാം മനസ്സിലാക്കി. 26-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് എന്താണ്? തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം തന്നെ തന്നെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ ആ പ്രദാനം ചെയ്തിരിക്കുന്ന ആ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തണം. ഗോഡ് അലോൺ റിവീൽസ് ഗോഡ്. ഇത് ആദ്യ ഭാഗങ്ങളിൽ ഇനിയും പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആപ്തവാക്യമാണ്. ഗോഡ് റിവീൽസ് ഗോഡ്. ദൈവം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ്. അത് നമ്മൾ സ്വീകരിക്കുകയും അതിൻ്റെ ആധികാരികത, അത് സഭയുടെ പ്രബോധന അധികാരത്തിലൂടെ വിശ്വാസ സത്യങ്ങളിലൂടെയും കൂടിയാണ് അത് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് ആധികാരികമായി സഭാപ്രബോധനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവാവിഷ്കൃത സത്യം, അതാണ് ഡോഗ്മാറ്റിക് അല്ലെങ്കിൽ ഡോഗ്മ, വിശ്വാസ സത്യങ്ങൾ. ഇനി ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പം എന്ന നിലയിലും അവിടുത്തെ സത്യത്തിന് നൽകുന്ന സമ്മതമെന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസം മനുഷ്യനിൽ നാം അർപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്നും വിഭിന്നമായിരിക്കുന്നു. നമ്മൾ കാണപ്പെടുന്ന മനുഷ്യരിൽ പലപ്പോഴും വളരെ വലിയ സ്നേഹവും അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല
എന്നുള്ള മാതിരിയുള്ള ഒരാശ്രയവും ചിലപ്പോൾ നമുക്കുണ്ടാകാം ചില വ്യക്തികളുമായിട്ട്. പക്ഷേ അതല്ല, അതുപോലെയുമല്ല ക്രിസ്തീയ വിശ്വാസം മനുഷ്യരിൽ നാം അർപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്നു. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. നമ്മൾ മനുഷ്യബന്ധങ്ങളിൽ കൂടുതൽ ആശ്രയിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ ദൈവവുമായിട്ട് നമ്മൾ അടുപ്പത്തിലാകണം. അതാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ മരുഭൂമിയിലെ മരുപ്പച്ച പോലെയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നടുന്ന വൃക്ഷം പോലെയാണ്. അതിൻ്റെ ശാഖകൾ എപ്പോഴും തളിർത്തുകൊണ്ടിരിക്കും. ദൈവത്തിൽ തന്നെ പൂർണ്ണമായി അർപ്പിക്കുകയും അവിടെ അരുൾ ചെയ്യുന്ന കാര്യങ്ങളെ നിരുപാധികം വിശ്വസിക്കുകയും ചെയ്യുക നല്ലതും യുക്തവുമാണ്. ഇത്തരം വിശ്വാസം ഒരു സൃഷ്ടിയിൽ അർപ്പിച്ചാൽ അത് നിരർത്ഥകവും അബദ്ധവുമായിരിക്കും. ഇനി നമ്മൾ 222 ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അർത്ഥവിവക്ഷകൾ. ഏക ദൈവത്തിൽ വിശ്വസിക്കുക, സർവ ഉണ്മയോടും കൂടി അവിടുത്തെ സ്നേഹിക്കുക. അതാണ് സർവ ഉണ്മയോടും കൂടി അവിടുത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ജീവിതം മുഴുവനിലും വലിയ പരിണത ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. ദൈവം നമ്മളിൽ വസിക്കുന്നു. ആരാണത്? ഏക ദൈവം. എന്നാൽ ആ ഏക ദൈവത്തിൽ 3 ആളുകളുണ്ട്. അത് നമ്മളിനി പഠിക്കും. അപ്പോൾ ആ ഏക ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മുടെ സർവശക്തിയോടും, പൂർണ്ണ മനസ്സോടും, പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. സർവ ഉണ്മയോടും കൂടി അവിടുത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ജീവിതം മുഴുവനിലും വലിയ പരിണത ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട ഒരു ഡെവലപ്മെൻറ്റ്. ദൈവം നമ്മളിൽ വസിക്കുന്നു, അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നു, അത് നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിതം മുഴുവനിലും വലിയ പരിണത ഫലങ്ങൾ ഉളവാക്കുന്നതാണത്. വലിയ പരിണത ഫലങ്ങൾ. അതിനെന്താ ഉദാഹരണം? ഉദാഹരണം ഞാൻ പറയുമ്പോൾ എന്നോട് വിഷമം വിചാരിക്കരുത്, എൻ്റെ മനസ്സിൽ പോരുന്ന ഉദാഹരണം ഇതാണ്. ഇപ്പം എൻട്രൻസ് പരീക്ഷയ്ക്ക് കോച്ചിങ്ങിന് പോകണം. അപ്പോൾ നമ്മൾ തന്നെ പറയും, അത് സാരമില്ല, ഇന്നിപ്പോൾ പള്ളിയിൽ പോയില്ലെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിലും സാരമില്ല, നീ പഠിക്കരുത്, മനസ്സിലായോ? ആ ട്യൂഷന് പോകും. അപ്പോൾ നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? അപ്പോൾ ഇതെല്ലാം വെല്ലുവിളികളാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുന്നവർക്ക് ഇതിനെല്ലാം വേറെ വഴി കണ്ടെത്തും. അവർ പറയുമോ, എന്നാ മോളെ വേണ്ട, നമുക്കങ്ങനെ ഞായറാഴ്ച ആ സമയത്ത് പോകണ്ട, അത് പള്ളിയിലെ കുർബാനയും കാറ്റഗിസമൊക്കെ ഉള്ളതാണ്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് ലോകം മുഴുവനും നമ്മളോട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ. പക്ഷെ എന്താണ് പ്രിയോറിറ്റി എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഇല്ല. അതാണ് ദൈവം, അനന്തഗുണസമ്പന്നനായ ദൈവം നമ്മളിൽ വസിക്കുന്നു. ആ ദൈവവുമായിട്ട് 1 മണിക്കൂർ ഇരിക്കാൻ, അതാണ് ഈശോ പറഞ്ഞത്, 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഒന്നിരുന്നു കൂടെ മകനെ, മകളെ. മാതാപിതാക്കളിൽ
പിതാവ് ആണ് ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ മുൻകൈയും ശുഷ്കാന്തിയും എടുത്ത് അവരിൽ അത് നിറയുമ്പോൾ അത് മക്കളിലേക്ക് ഒരു പ്രസരണം ഉണ്ടാകും. അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാതാപിതാക്കൾ പൊതുവെ രണ്ടുപേരും ഇതിൽ ആഗ്രഹം കാണിക്കണം. എന്നാൽ അതിൽ ഒരു പടി പിതാവ്, അപ്പൻ ഇതിൽ മുൻഗണന കാണിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഫ്ലോ നമ്മുടെ കുടുംബത്തിൽ മക്കളിലെല്ലാം ഉണ്ടായാൽ മാത്രമേ നമുക്ക് തന്നെ അത് ഭയങ്കര സമാധാനവും ആനന്ദവും തരും. ഇനി ചില സമയത്ത് അപ്പൻ അത് സാധിക്കുന്നില്ല, പല കാരണം കൊണ്ട്. വിശ്വാസം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അമ്മ മുൻകൈ എടുത്ത് നമ്മളിൽ തന്നെ ഈ വിശ്വാസം ജ്വലിച്ചാൽ അത് നമ്മളിലൂടെ മക്കളിൽ പ്രസരിക്കും. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ആ 222 ഏകദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ വിശ്വാസമുണ്ട്, അത് പോരാ, സർവ ഉണ്മയോടും കൂടി, അതായത് പൂർണ്ണ ശക്തിയോടും. എന്താ പൂർണ്ണ ശക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. എല്ലാ കാര്യത്തെയും നോക്കുമ്പോൾ ഒരു ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് ദൈവത്തിലുള്ള ആ ഒട്ടിക്കൽ, അത് ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് കൂടുതൽ പ്രസരണമുണ്ടാകും. നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ അത് മനസ്സിലാക്കും. അവരുടെ അകത്തൊരു സെറ്റിംഗ് വരും. മറിച്ച് നമ്മൾ പറയണം അത് സാരമില്ലെന്നേ, അത് നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയും, അമ്മയ്ക്ക് എപ്പോഴും ഈ വചനം കേൾക്കുക, പള്ളിയിൽ പോവുക, ഇതൊക്കെയാണ് സൂക്ഷിക്കുക, അതൊന്നും സാരമൊന്നുമില്ല, ഇത്രയൊന്നും ആവശ്യമൊന്നുമില്ല, താൻ പാതി ദൈവം പാതി, കുറച്ചൊക്കെ മതി. അങ്ങനെ ഒരുപാട് അമൃതമായാൽ അധികമായാൽ അമൃതം വിഷം എന്ന് നമ്മുടെ വീട്ടിൽ അപ്പൻ തന്നെ പറയുകയാണെങ്കിൽ പിന്നെ മക്കൾക്ക് എന്തുണ്ടാവും പറയും. ഇതാണ് മറ്റൊരവസ്ഥ. പിള്ളേരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ അങ്ങനെ പറയാൽ അവസ്ഥ എന്താണ്? അപ്പോൾ ഒരു വശത്ത് പിള്ളേരെ എങ്ങനെയെങ്കിലും, അപ്പോൾ അമ്മ പറയാം, എൻ്റെ ബ്രദറെ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് കുർബാനയ്ക്ക് കൊണ്ടുപോകാനും ഇവർക്ക് തിരി കുരിശ് വരയ്ക്കാനും ഇവരെ വിശ്വാസത്തിൽ കൊണ്ടുപോകാനും ഞാൻ അങ്ങ് വളരെയധികം കഷ്ടപ്പെട്ടതെങ്കിലും ചെയ്യുമ്പോഴേക്കും കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ വെല്ലുവിളികളെ എല്ലാം ജ്ഞാനമുണ്ടെങ്കിൽ, ജ്ഞാനത്തിൻ്റെ കുറവല്ലേ വെളിവ്. എന്നാൽ ഈ പറയണവരെല്ലാം വലിയ വിദ്യാഭ്യാസമുള്ളവരും എല്ലാം ആയിരിക്കാം. ഇതാണ് അവസ്ഥ. ആ വിദ്യാഭ്യാസത്തിൽ നിന്നും ദൈവമാണ് ഏറ്റവും വലിയ വിദ്യയെന്നും, അതാണ് എല്ലാ ധനസമ്പാദനം മനുഷ്യന് അഭികാമ്യമാണെങ്കിൽ സകലതും സാധ്യമാക്കുന്ന ജ്ഞാനത്തിൽ ഉപരി ധനം എന്തുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ഈ എന്താണ് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയണതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതെങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം? നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെയാണ് നമ്മളെങ്കിൽ അത് പൂർണ്ണ ഉണ്മയോടെ ദൈവത്തെ സ്നേഹിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? നമ്മൾ ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണം. പക്ഷേ ആദ്യം നമ്മുടെ തന്നെ കുടുംബം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തിൽ വരണ്ടേ? അപ്പോൾ ഈ വെല്ലുവിളി നമ്മൾ നേരിടുന്നതിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ അത് ഒരാളെങ്കിലും ആ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ ആള് ആദ്യം തന്നെ എൻ്റെ കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, നീ എന്നിലൂടെ വെളിച്ചം തരണമേ. ആ വെളിവ് നൽകണേ. എൻ്റെ കുടുംബത്തിലെല്ലാവരിലും ഈ വെളിവ് നൽകണേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബം മുഴുവനും അങ്ങനെ ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ
പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മൾ സാധാരണ പണ്ടൊക്കെ ധ്യാനത്തിൽ പറയാറുള്ളത് ഇതാണ്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഈ ദൈവം നമ്മളിലുണ്ടെങ്കിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതാണ് എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ എന്ന് വിശുദ്ധ അഗസ്തീനോസ് കരയുകയായിരുന്നു. ഓ ദൈവമേ, എത്ര വൈകി, എൻ്റെ ജീവിതം എത്രയോ കാലം നിന്നെ അറിയാതെ ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് കരയുകയായിരുന്നു. അപ്പോൾ ദൈവമെന്ന ഞാൻ നിന്നെ അന്വേഷിച്ച് ലോകം മുഴുവനും നടന്നു, പക്ഷെ അവസാനം ഞാൻ നിന്നെ കണ്ടെത്തി. എവിടെ കണ്ടെത്തി? എൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറയണതിൽ നമ്മൾ ഇനിയും വളരെയധികം ഉയരാനുണ്ട്. ഉയരാനുള്ള എന്ന് പറഞ്ഞാൽ ആ ദൈവാശ്രയം, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ ഈശോ പറയും, കൊള്ളാം, വെൽ ഡൺ, കൊള്ളാം, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായ നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഇതെനിക്ക് ഭയങ്കര അനുഭവമാണ്, വളരെ കാലത്തെ അനുഭവമാണ്. ചില സമയത്ത് ഒരു ചെറിയ കാര്യമായിരിക്കും എന്നോട് ചെയ്യാൻ പറയുക, ഞാനത് വിശ്വസ്തയോടെ ചെയ്യും. പ്രത്യേകിച്ച് ഈ വചനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യും. ഈ ചെറിയ കാര്യം ഞാൻ ചെയ്യുന്നത് ഈ വചനം എന്നിൽ പൂർത്തിയാകട്ടെ. നമ്മളിപ്പോൾ മാതാവ് പ്രാർത്ഥിച്ചു, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞത് ആ മാതാവ് പ്രാർത്ഥിച്ചു, മാലാഖ വന്ന് പറഞ്ഞ വചനം മാത്രമല്ല, മാതാവിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ, അങ്ങയുടെ വചനം. അപ്പോൾ ഇപ്പോൾ ഏത് വചനം പൂർത്തിയാകും? കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യം ഏൽപ്പിക്കും. അപ്പോൾ ഒരു ചെറിയ കാര്യം നമ്മളോട് ആരെങ്കിലും ചോദിക്കുന്നു, നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് സന്തോഷമായി, ഇവൻ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാണ്, അതുകൊണ്ട് ഇവനെ എനിക്ക് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാം. അപ്പോൾ ഒന്ന് നമ്മുടെ വിശ്വാസം, മറ്റൊന്ന് ദൈവത്തിന് നമ്മളിലുള്ള വിശ്വാസം. അതാണ് ഈശോ പറയുന്നുണ്ട്. എവിടെയാണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 24-25 വചനത്തിൽ, യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല, മനുഷ്യരിലുള്ള എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. 21 പെസഹ തിരുനാളിൽ അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. പക്ഷേ യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കണ്ടോ? അപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നതൊന്ന്, എന്നാൽ അതുമാത്രം പോരാ, നമുക്ക് ദൈവത്തിനോട് വിശ്വസ്തതയുണ്ടാകുക എന്നത് മറ്റൊന്ന്. അത് ദൈവത്തിന് നമ്മളോടുള്ള പ്രീതി, ദൈവത്തിന് നമ്മളോടുള്ള വിശ്വാസം. ഇപ്പോൾ നമ്മളൊരാളുടെ അടുത്ത് ഒരു 10,000 രൂപ കൊടുത്തു വിട്ടു, ഇത് അവിടെ നിൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള എൻ്റെ സ്നേഹിതന് കൊടുക്കണം നീ, കേട്ടോ. പക്ഷെ അവൻ ആ 10,000 രൂപ അവൻ കൊടുത്തില്ല, അവൻ അത് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. കുറച്ച് ദിവസം ആ പൈസ കൊടുത്തില്ലേ, അയ്യോ സാറേ അത് ഞാനൊന്ന് കൈമറിച്ചു, ഞാനത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തേക്കാം. ഇനി അവൻ്റെ അടുത്ത് നമ്മൾ പൈസ കൊടുത്തു വിടുമോ? ഇനി നമ്മൾ ഒരിക്കലും അവൻ്റെ അടുത്ത് പൈസ കൊടുത്തു വിട്ടില്ല, കാരണം ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ദൈവത്തെ വിശ്വാസമുണ്ടായാൽ പോരാ, ദൈവത്തിനോട് വിശ്വസ്തത ഉണ്ടാകണം. ദൈവം നമ്മളെ വിശ്വസിക്കണം, ദൈവത്തിന് ഒരു വിശ്വസ്തത ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം.
തോമസിനോട് ഒരു കാര്യം പറഞ്ഞാൽ അവൻ ചെയ്തിരിക്കും, യാതൊരു സംശയമില്ല. സ്നേഹമുള്ളവരെ, ഇത് വളരെ സെൻസിറ്റീവാണ് കേട്ടോ. ഇത് ഞാൻ പറയണത് വളരെ സെൻസിറ്റീവാണ്. കാരണം അങ്ങനെ ഒരു വിശ്വസ്തത ദൈവത്തിന് നമ്മളോടുണ്ടായി കഴിയുമ്പോഴുള്ള ജീവിതത്തിൻ്റെ ആനന്ദം വേറെ ഒരു ആനന്ദമാണ്, വലിയൊരു ആനന്ദമാണ്, ഒരു അനുഭവമാണ്, വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. തോമാസിനോട് പറയും, അവൻ ചെയ്യും എന്ന് ദൈവം മറ്റുള്ളവരോട് പറയുകയാണേ. ദൈവം മറ്റുള്ളവരോട് പറയാണ്. ദൈവം ശരിക്ക് ശബ്ദമായിട്ട് പറയാണ് മറ്റുള്ളവരോട്. എന്ന പോലെ നമ്മളോട് ദൈവത്തിന് വിശ്വാസമുണ്ടാകണം. അപ്പോൾ അതിലേക്ക് നമ്മൾ വരണം. അതെങ്ങനെയാ? ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ഉടനെ ഭംഗിയായിട്ടത് ചെയ്യുക. ഒരു പ്രതിഫലേച്ഛയോ ഒരു പേരോ ഒരാഗ്രഹം ഒന്നുമില്ലാണ്ട്, അത് കർത്താവാണ് പറഞ്ഞത്, അത് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നന്ദി, എനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവ് ഞാൻ ചെയ്ത ശുശ്രൂഷയിൽ സംപ്രീതനായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ഓഫർ തന്നിരിക്കുകയാണ്. ഉടനെ തന്നെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വേറെ ഒരു വലിയ പ്രോഗ്രാമിന് വേണ്ടി എന്നെ അച്ഛന്മാരോ ബിഷപ്പ്മാരോ വിളിക്കുന്നു. അപ്പോൾ എന്നെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടോ, ഞാനന്ന് പറഞ്ഞില്ല ഇതിനോട്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ കർത്താവ് കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികളും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവസ്നേഹത്തെ പ്രതിയാണല്ലോ നീ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചുറേസിയെല്ലാം പറയുന്നത്, ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുക, ചെറിയ കാര്യം. അത് ഈ ദിവസത്തെ ഒരു മദർ തെരേസയൊക്കെ എപ്പോഴും പറയണതാണ്, ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് ആൻഡ് പീപ്പിൾ. ഓക്കെ, ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് ആൻഡ് പീപ്പിൾ. മദർ തെരേസ ഇങ്ങനെയും പറയാറുണ്ട്, we may not be successful, but we can be faithful. ഓക്കെ, അപ്പം ഇത് നമ്മുടെ വിശ്വസിക്കുന്നു, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ മാത്രം. നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ പറഞ്ഞാൽ പോരാ, എല്ലാ ദിവസവും വിശ്വാസ പ്രമാണവും ചെല്ലുന്നുണ്ട്. ചിലർ പറയുന്നു ഇത്ര വിശ്വാസ പ്രമാണം ചെല്ലണം. പക്ഷേ നമ്മൾ എത്ര വിശ്വാസ പ്രമാണം ചെയ്താലും ദൈവത്തിന് എന്നോട് വിശ്വാസമുണ്ടോ? 151 ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതാണ് 151. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, ഇനി യേശുവിൽ വിശ്വസിക്കുക, ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ. 151. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് ദൈവം അയച്ചവനിൽ, അവിടുത്തെ സംപ്രീതിക്ക് പാത്രമായ അവിടുത്തെ പ്രിയപുത്രനിൽ. അത് മർക്കോസ് 1:11 വചനത്തിലാണ്. മർക്കോസ് 1:11 അവിടുത്തെ സംപ്രീതി, ആ ധനഹാ സമയത്ത്, മാമോദീസ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് അവിടുത്തെ സംപ്രീതിക്ക് പാത്രമായ അവിടുത്തെ പ്രിയപുത്രനിൽ വിശ്വസിക്കുക എന്നതിൽ നിന്നും വേർപെടുത്താനാവില്ല. അവനെ ശ്രവിക്കാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. മർക്കോസ് 9:7 ആ രൂപാന്തര മലയിൽ വെച്ച് മോശയും ഏലിയായും 10 അപ്പസ്തോലന്മാരുടെയും സാന്നിധ്യത്തിൽ ഈശോ രൂപാന്തരീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ കാർമേഘങ്ങളാൽ മൂടി പിതാവിൻ്റെ ശബ്ദം, ആ പിതാവിൻ്റെ ശബ്ദം ഇതായിരുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക. അതാണ് ഇനി മോശയും ഏലിയായെയും അല്ല ശ്രവിക്കേണ്ടത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മോശയും ഏലിയായും ഇവനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെല്ലാം.
അതാണ് മോശയും ഏലിയായുടെയും സാന്നിധ്യത്തിലാണ് ദൈവം ഇത് പറയുന്നത്. പിതാവ് പറയുന്നത്, ഇനി ഇവനെയാണ് ശ്രവിക്കേണ്ടത്, ഇവനെ മാത്രം. അവനെ ശ്രവിക്കുമ്പോൾ അവനിലൂടെ സകലതും പൂർത്തിയാകും. വിശ്വസിക്കുക എന്നതിൽ നിന്ന് വേർപെടുത്താനാവില്ല. അവനെ ശ്രവിക്കാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് വളരെ വ്യക്തിപരമായൊരു ബന്ധമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും, ദൈവം ഒരു പ്രസ്ഥാനമാണ്, ദൈവം ഒരു ശക്തിയാണ്. ദൈവത്തിൻ്റെ പല ഭാവങ്ങളും ശക്തിവിശേഷങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയാലും ദൈവം വ്യക്തിയാണ്. ആ വ്യക്തി നമ്മളോട് വാത്സല്യത്തോടെ സംസാരിക്കുന്ന നമ്മുടെ പിതാവാണ്, നമ്മുടെ സഹോദരനാണ് എന്നുള്ള ആ ബോധ്യത്തിൽ ഉള്ള വ്യക്തിബന്ധത്തിൻ്റെ വീണ്ടും ഒരവസ്ഥയാണ്. ഇപ്പം നമ്മൾ 150 കേട്ടു, ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് വ്യക്തിപരമായൊരു അടുപ്പമാണ്. വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ അടുത്ത പടി എന്താ? വ്യക്തിപരമായ ഒരാളെ അടുക്കുമ്പോൾ എന്താ പറയണത്? ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോട് എന്ത് സ്നേഹമാണെന്നറിയാം. ഇതിന് നേരെ എൻ്റെ അടുത്തൊന്ന് ഇരുന്നേ. ഇതല്ലേ നമ്മൾ ഒരു വ്യക്തിയോട് പറയുക, വായോ ഇരിക്ക്, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് എൻ്റെ അടുത്തിരിക്കുക. അപ്പം അതെല്ലാം ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരവസ്ഥയാണ്. നിന്നെ കണ്ടിട്ട് എത്ര നാളായി, ഒന്ന് എൻ്റെ അടുത്തിരിക്കൂ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. വലിയ സാഹിത്യമൊന്നുമല്ല, എന്നാൽ അതിൽ സ്നേഹം തുളുമ്പുന്നില്ലേ? কতদিন পরে এলে একটু বুঝো অনেক কথা বলার ছিল. ഓക്കെ, അപ്പോൾ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ഈ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കണം. അതാണ് പുതിയ നിയമത്തിൽ ഈശോയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം പറയുന്ന, പിതാവായ ദൈവം പ്രധാനമായിട്ട് നമ്മളോട് പറയുന്നതും ഈശോ തന്നെ നമ്മളോട് പറയുന്നതും, ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവർ എൻ്റെ പുറകെ വരും. അപ്പോൾ ഇവിടെ കർത്താവ് തന്നെ 151 മധ്യത്തിൽ പറയാണ്, കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കണ്ടോ, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാം അധ്യായം, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അപ്പോൾ അവിടെ ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന് ആദ്യം പറയുന്നത് ആ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ്. എന്നാൽ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആരിലൂടെയാണ്? പുത്രൻ തമ്പുരാനിലൂടെയാണ്, ഈശോയിലൂടെയാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് വഴിയുന്നത്. യേശു ക്രിസ്തു ശരീരം ധരിച്ച വചനമായ ദൈവം തന്നെയാകയാൽ, അതുകൊണ്ട് ശരീരം ധരിച്ച് നമ്മളുമായിട്ട് എളുപ്പം കോണ്ടാക്റ്റിലാക്കാം. ശരീരം ധരിച്ച വചനമായ ദൈവം തന്നെയാകയാൽ അവനിൽ നമുക്ക് വിശ്വസിക്കാനാകും. അതാണ് യേശു ശരീരം ധരിച്ച്, നമ്മളെപ്പോലെയുള്ള ശരീരം ധരിച്ച് നമ്മളോടൊത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കാൻ നമുക്ക് എളുപ്പമാണ്. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 1:18 ഉണ്ടോ? വിശുദ്ധ യോഹന്നാൻ്റെ വളരെ പ്രഖ്യാതമായ 1-ാം അധ്യായത്തിൻ്റെ വളരെ പ്രഖ്യാതമായ വചനമാണ് 1-ാം അധ്യായം 1:18. എന്താണ് 1:18 പറയുന്നത്? ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. പിന്നെ ആരാ കണ്ടത്? പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാണ്. ആ കണ്ട ആളാണ് നമ്മളോട് വെളിപ്പെടുത്തുന്നത്. പിതാവിൻ്റെ മടിയിൽ നിന്നിരുന്ന ആള് മനുഷ്യനായി അവതരിച്ച് വന്നിരിക്കുന്നു. അവൻ നമ്മളോട് വെളിപ്പെടുത്തും. ഈശോ തന്നെ പറയാറുണ്ട്,
ആരും സ്വർഗത്തിൽ പോയിട്ടില്ല, സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുമില്ല. എൻ്റെ സാക്ഷ്യം ഇതാണ്, ഇത് നിങ്ങൾ വിശ്വസിക്കുവിൻ. ഞാൻ ഒരാൾ മാത്രമേ സ്വർഗത്തിൽ നിന്ന് വന്നവനായിട്ടുള്ളൂ, അതായത് ത്രിത്വത്തിൽ നിന്ന് വന്നവനായിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം അതെവിടെയാണത്? അത് യോഹന്നാൻ 3-ാം അധ്യായത്തിലാണ്. പിതാവിനെ ദർശിച്ചവനാണ് യോഹന്നാൻ 6:46. യോഹന്നാൻ ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. യോഹന്നാൻ 6:46. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. തുടർന്ന് പറയാണ്, പിതാവിനെ ദർശിച്ചവനാണ് എന്ന കാരണത്താൽ അവിടത്തെ അറിയുന്നവനും അവിടത്തെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവനും യേശുക്രിസ്തു മാത്രമാണ്. മത്തായി 11:27. അതാണ് മത്തായി 11:25, 26, 27 പറയണത്. പിതാവ് സകലതും പുത്രൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനും. മനസ്സിലായോ? പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനും. അപ്പോൾ പുത്രനിൽ പുത്രനിലുള്ള വിശ്വാസം മൂലമാണ് ഈ ദൈവീക രഹസ്യത്തിൻ്റെ വെളിപാടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വചനം 11:27 കഴിഞ്ഞിട്ട് 28 എല്ലാവർക്കും ബൈഹാർട്ടാണ്. 28 എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മൾ ആ വചനത്തെ ഉദ്ദേശിച്ചത് ഭൗതികമായ വലിയ ചുമട് ചുമന്ന് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവർക്ക് ആശ്വസിപ്പിക്കുന്ന ഒരാളായിട്ടാണ്. അതും ദൈവം ആശ്വസിപ്പിക്കും. പക്ഷെ അല്ല അവിടുത്തെ അർത്ഥം. കണ്ടോ? അവനുമല്ലാതെ പിതാവിനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സിലാകുന്നു, അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. 11:27. അതുകൊണ്ട് നിങ്ങൾ എത്ര അധ്വാനിച്ചാലും നിങ്ങൾക്ക് പിതാവിനെ വെളിപ്പെട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഇത് ഒളിച്ചു വെച്ച് ശിശുക്കളെ പോലെ ഉള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുന്നു എന്ന് ഇതിൻ്റെ മുൻപ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങൾ മസിൽ പിടിച്ചത് കൊണ്ടോ, നിങ്ങളെ ബുദ്ധി കൊണ്ട് പ്രയത്നിച്ചത് കൊണ്ടോ പിതാവിനെ വെളിപ്പെടുത്തി കിട്ടില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതാണ് ദൈവത്തെയും ദൈവത്തിൻ്റെ വെളിപാടിൻ്റെയും ദൈവം തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ 11:28 മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ വെളിപാട് കിട്ടാൻ വേണ്ടി, ദൈവത്തെ അറിയാൻ വേണ്ടി അധ്വാനിക്കുന്നവരെ, ദൈവത്തെ അറിയാത്തത് കൊണ്ടുള്ള ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിൽ നിന്ന് പഠിക്കുവിൻ. അതാണ് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ആ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു. എന്തിന്? യേശുവിന് മുൻപുണ്ടായിരുന്ന വലിയ വലിയ ബുദ്ധിജീവികൾ, സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഇവർക്കെല്ലാം ഭയങ്കര ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിലും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വത്തിനെ കുറിച്ചുള്ള വെളിപാടുകൾ അവർക്ക് പൂർണ്ണമായി കിട്ടിയിരുന്നില്ല. അത് പുത്രനിലൂടെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഒളിച്ചു വെച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, മനുഷ്യൻ്റെ ഇൻ്റലിജൻസിലൂടെ അല്ല ദൈവത്തെ മനസ്സിലാക്കുന്നത്. ദൈവം പരിശുദ്ധാത്മാവിലൂടെ, പുത്രനിലൂടെ നൽകുന്ന ദൈവിക ജ്ഞാനത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്.
അതുകൊണ്ടാണ് ആ വചനത്തിനെ മനസ്സിലാക്കേണ്ടത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വെളിപാട് കിട്ടാൻ വേണ്ടി അധ്വാനിക്കുന്നവരെ, ദൈവാത്മാവിന് അത് ഒരു നിമിഷം കൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റും. ദൈവാത്മാവിന് അപ്പം മനുഷ്യൻ്റെ ബുദ്ധിയോ അവൻ്റെ പ്രയത്നമോ അവൻ്റെ പ്രവൃത്തിയോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കി വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അബ്രാഹത്തിൽ നിന്ന് മനസ്സിലാക്കി വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിൻ്റെ കുറച്ചുകൂടി ആഴമായി നമ്മൾ ഇന്ന് പഠിച്ചു. ആ ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് വ്യക്തിപരമായൊരു അടുപ്പമാണ്. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ദൈവത്തിന് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിൽ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മളോടൊരു വിശ്വാസമുണ്ടാകും. നമ്മൾ കേട്ടു യോഹന്നാൻ 11, യോഹന്നാൻ 2:25 അവർക്ക് വിശ്വാസം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിന് വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവത്തിന് നമ്മളോട് വിശ്വാസം ഉണ്ടാകണം. അങ്ങനെ അതോടൊപ്പം ദൈവീക രഹസ്യങ്ങളുടെ ആത്മീയ പ്രബോധനങ്ങൾ, വിശ്വാസ സത്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മൾ മനസ്സിലാക്കി പൂർണ്ണമായി ദൈവത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക, നിരുപാധികം വിശ്വസിക്കുക, മറ്റൊരു സൃഷ്ടിയിലും അതുപോലെ വിശ്വസിക്കാതിരിക്കുക, ദൈവത്തിൽ മാത്രം. പിന്നെ നമ്മളിപ്പോൾ 151 വന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അയച്ച പുത്രനിൽ വിശ്വസിക്കുക. ആ പുത്രനിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു, ആ പുത്രനെ കേൾക്കുക. അപ്പോൾ ഈ ബോധ്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.